അടുത്ത ലോഡിനായിട്ട് ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്യണമായിരുന്നേ. അപ്പോൾ ഞങ്ങൾ ഒരു പെട്രോൾ പമ്പിലാണ് അന്ന് വെയിറ്റ് ചെയ്തത്. പിറ്റേ ദിവസത്തേക്ക് ലോഡാകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പെട്രോൾ പമ്പിൽ കണ്ട ഒരു കാഴ്ചയായിരുന്നു. അവിടെ കാശ്മീരിൽ നിന്ന് വന്ന തീർത്ഥാടകരാണ്. അവരൊരു 10-200ഓളം പേരുണ്ടായിരുന്നു. ഒരു 3-4 വണ്ടിയിൽ വന്ന് ഇറങ്ങിയതാണേ. അവർ അതായത് 47,000 രൂപയ്ക്ക് ഒരാൾക്ക് 47,000 രൂപ വെച്ച് ഇന്ത്യ ഒട്ടാകെ ചുറ്റി സഞ്ചരിക്കാനായിട്ട് വന്നവരാണ്. അപ്പോൾ അവരവിടെ വന്നിറങ്ങിയപ്പോഴേ അവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയുള്ള ഫുഡൊക്കെ വലിയ പാത്രത്തിൽ റെഡിയാക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവർ ഭജൻസും പ്രഭാഷണവും ഒക്കെ ആയിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് അവർ ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അവർ ആയിട്ടൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞു. ഹിന്ദി എനിക്ക് കുറച്ചൊക്കെ അറിയാം, ജിനീഷ് ചേട്ടന് നന്നായിട്ടറിയാം. അപ്പോൾ അവർക്കും ഞങ്ങളുടെ യാത്രയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർക്കും വളരെ ഇഷ്ടമായി. അവർ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങളെയും കൂടെ ക്ഷണിച്ചതാണ്. പക്ഷേ ഞങ്ങളപ്പോൾ ഫുഡ് റെഡിയാക്കി തുടങ്ങിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ ഫുഡ് കഴിക്കാൻ ഇരുന്നു. ഫുഡ് കഴിച്ച ഉടനെ അവർ പോയി കേട്ടോ. പക്ഷേ അവരുടെ ഒരു ഫുഡിൻ്റെ ഒരു ഷെയർ ഞങ്ങൾക്കും കൂടെ തന്നു. ഞങ്ങൾ ഫുഡ് റെഡിയാക്കാൻ തുടങ്ങുകയായിരുന്നു. ചോറും വെച്ച് ചിക്കൻ കറിയാണ് അന്ന് വെച്ചത്. അതൊക്കെ റെഡിയാക്കി അപ്പോഴത്തേക്കും അവർ പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അവരുടെ ഫുഡിൻ്റെ ഒരു ഷെയർ തന്നു. ബിരിയാണി റൈസും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. ബിരിയാണി റൈസും ദാൽ ഫ്രൈയും ആയിരുന്നു അവർ തന്നത്. അതൊരു പ്രത്യേക രീതിയിൽ ഉപ്പിലിട്ട ഇഞ്ചി പച്ചമുളകുമായിരുന്നു. അതിപ്പോൾ യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് നേരം ഇരുന്ന് യാത്ര ചെയ്യുന്നവർക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല അത് കഴിച്ചാൽ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡായിരുന്നു. അങ്ങനെ കാശ്മീരി ഫുഡ് കഴിക്കാനുള്ള ഒരു ഭാഗ്യവും കൂടെ ലഭിച്ചു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ അന്ന്